الحمد لله الحمد لله الرحمن خلق الإنسان وعلمه البيان لقننا فصاحة القرآن وجنبنا مزالق اللسان الصلاة والسلام عليك يا محبوب رب المشرقين والمغربين الصلاة والسلام عليك يا جد الحسن والحسين الصلاة والسلام عليك يا إمام القبلتين وعلى الآل والأصحاب أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر صدق जिसको रहमान रहमतुल लिल आलमीन कह दे वो हासिल बुरगुज़ीदा हस्तियों की इल्तिजाओं का फिरिश्तों की तमन्नाओं रसूलों की दुआओं का വേദിയിലും സദസ്സിലും സന്നിഹിതരായ കുമാറാവട്ടെ, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടങ്ങൾ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അന്യമാകുന്ന ത്യാഗബോധം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ലഭ്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നതുപോലെ പറയാൻ, അവൻ ഇഷ്ടപ്പെടുന്നതുപോലെ കേൾക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്നതുപോലെ ജീവിക്കാൻ പറയുന്നവരെയും കേൾക്കുന്നവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നേതാവ് നബിയുന ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിന് മുഴുവനും ഒരു മഹത്തായ മാതൃകയായി, ഒരു സമ്പൂർണ്ണ മനുഷ്യനായി
ഈ ലോകത്തിന് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിക്കുവാൻ അല്ലാഹു തആല ആകത്തെ ചുമരിന്റെ ഉൾഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പേരുകൾ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അതിൽ കാണാവുന്ന ഒരു പേരാണ് അൽ മുദ്ദസ്സിർ, മൂടിപ്പുതച്ചുറങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരും കൂടിയാണ് സൂറത്തുൽ മുസമ്മിൽ. ഈ പറയപ്പെട്ട സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായമാണ്. അതിൻ്റെയും അർത്ഥം മൂടിപ്പുതച്ചുറങ്ങുന്നവൻ എന്നാണ്. എന്താണ്, എന്തുകൊണ്ടാണ്, എന്തിനാണ് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂടിപ്പുതച്ചിരുന്നത്, അല്ലെങ്കിൽ മൂടിപ്പുറച്ച് കിടന്നത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഖുർആനിന്റെ ആദ്യ വാക്യത്തെ ഖദീജ ബീവിയോടായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്ന ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ഖദീജ, നിന്റെ ഭർത്താവിന് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾ പറയോ? അത് ദൈവങ്ങളുടെ കോപമാണ്, ലാത്തിന്റെ മനാത്തിന്റെ ഉസ്സയുടെ കോപമാണ് സംഭവിച്ചിട്ടുള്ളത്. ങ്ങളെ തള്ളിപ്പറഞ്ഞവനല്ലേ, കുലദൈവങ്ങളെ വെല്ലുവിളിച്ചവനല്ലേ, മക്കയിൽ ഏകദൈവ വിശ്വാസത്തിന്റെ വിളംബരം മുഴക്കിയവനല്ലേ. ദൈവങ്ങൾ എങ്ങനെയാണ് കോപിക്കാതിരിക്കുക? ദൈവശാപം തട്ടിയവൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുക? അബൂജഹൽ കിട്ടിയ ചാൻസ് കൊണ്ട്, കിട്ടിയ അവസരം പാഴാക്കാതെ പുണ്യനബിയുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ അഭയമായ ഖദീജ ബീവിയുടെ ഹൃദയത്തിൽ നോവേൽപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ വേദനയുടെ തീക്കനൽ രൂപാന്തരപ്പെടുകയാണ്. ഒരു ഭാഗത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിപൂർണമായ ഗരിമയോടുകൂടെയുള്ള രൂപം ആദ്യമായി കണ്ടതിൻ്റെ ഒരു പകപ്പുണ്ട്. മറുവശത്ത് ശത്രുക്കൾ അടിച്ചുവിടുന്ന ദുഷിച്ചു നാറിയ ഈ കുപ്രചരണങ്ങളുടെയും കിംവദന്തികളുടെയും മാറാപ്പുകൾ തൻ്റെ ഹൃദയത്തിൽ ഏർപ്പിച്ച മാറാത്ത ഒരു മുറിവും. ഇങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂടി പുതച്ചുകൊണ്ട് പുറത്തു പോകാതെ വീട്ടിലിരിക്കുകയാണ്. ഹൃദയത്തിലാകെ ബേജാറാണ്, വേദനയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നാമും ഇങ്ങനെയുള്ള ഒരു പുതപ്പ് മൂടി കഴിയുന്ന ലോകത്താണ്. എത്രയോ വെല്ലുവിളികൾക്കിടയിലൂടെയാണ് ഇസ്ലാമിക സമൂഹം ഇന്ന് കടന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ മതത്തിനെ, ആ മതത്ത് കരിവാരി തേക്കാൻ ആളുകൾ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിന്റെ ഭാഗമായി മുസ്ലിമീങ്ങളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്ലാമിന്റെ സീമക്ക് പുറത്തുള്ളവർ നിരന്തരമായി ഒരു ഏർപ്പാട് പോലെ, ഒരാചാരം പോലെ, ഒരനുഷ്ഠാനം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത്, മറുഭാഗത്തോ ഇസ്ലാമിന്റെ അകത്തുള്ളവരാണെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ മതത്തെ വിമർശിക്കുന്നു, പുണ്യനബിയുടെ സുന്നത്തിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമം നടത്തുന്നു. അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിന് കൽ ഖാബിലി അലൽ ജംറാ, ഒരു തീക്കനൽ കൈവെള്ളയിൽ പിടിച്ചവനെ പോലെ വല്ലാതെ പ്രയാസപ്പെടുന്ന ലോകത്താണ്, പുറത്തിറങ്ങി നടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആധുനിക ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മുത്തഖിയായ ഒരു മനുഷ്യനെ സ്വന്തം വീട്ടുകാരും കൂട്ടുകാരും പോലും അകറ്റി നിർത്തുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയന്നും പ്രവാചകനെ ഇഷ്ടപ്പെട്ടും ജീവിക്കുന്ന ഒരാൾ 1400 മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി നീ ഈ കാണിക്കുന്നത് വ്യഭിചാരത്തിനു വേണ്ടി പാവപ്പെട്ട ക്ഷണിച്ചു കൊണ്ടുപോവുക, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ അവൻ എന്നെ പീഡിപ്പിച്ചതാണ് എന്ന് പറയുക. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് ലോക ചരിത്രം തുടങ്ങിയത് മുതലേ ഉള്ള സംഭവമാണ്. പലപ്പോഴും വ്യഭിചാരത്തിലേക്ക് പുരുഷന്മാരെ ക്ഷണിച്ചു പോകുന്നത് സ്ത്രീകളാണെന്നാണ് ലോക ചരിത്രവും വർത്തമാന സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടിട്ടില്ലേ, 5 കൊല്ലം മുമ്പ് എന്നെ ഇന്നാലിന്നയാൾ പീഡിപ്പിച്ചു എന്ന് ഇപ്പം കേസ്. എന്തേ 5 കൊല്ലം ഈ പെണ്ണിന് നാവുണ്ടായിരുന്നില്ലേ? 5 കൊല്ലം കേസ് കൊടുക്കാൻ കോടതി ഉണ്ടായിരുന്നില്ലേ?
പീഡനം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവൾക്ക് കാശിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോഴാണ് ഇവൾ പറയുക 5 കൊല്ലം മുമ്പ് എന്നെ അയാൾ പീഡിപ്പിച്ചു. അതൊരു തന്ത്രമാണ്, അത് ലോകത്തെ യന്ത്രമാണ്. കുടുങ്ങിപ്പോകുമ്പോൾ ആണിനെ പഴിചാരുന്ന വ്യഭിചാര മോഹികളായ പെണ്ണിൻ്റെ ചരിത്രം അസീസ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് നിങ്ങളുടെ വഞ്ചനയാണ്. ഇന്ന കൈദകുന്ന അലീം, നിങ്ങളുടെ വഞ്ചന അതിഭയങ്കരമാണ്, ഭീകരമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ചെയ്യാത്ത കുറ്റമാണ്, ആലോചിക്കുക പോലും ചെയ്യാത്ത കുറ്റമാണ് എൻ്റെ മേൽ ആരോപിക്കപ്പെടാൻ പോകുന്നത്. ആ സമയത്ത് അസീസ് പറഞ്ഞു, യൂസുഫ് അരിദ് അൻ ഹാദാ, യൂസുഫേ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യുക, നിങ്ങൾ ഇതോർത്തുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതോർത്തുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പെണ്ണേ സുലൈഖ, നീയാണ് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്, നീയാണ് പാപമോചനം നടത്തേണ്ടത്. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീയാണ് പാതകം ചെയ്തു പോയത്. അസീസിന് കാര്യം മനസ്സിലായി, പക്ഷേ സുലൈഖ വിട്ടുകൊടുത്തില്ല. മിസ്റിലെ പെൺകുട്ടികൾ രാജ്ഞിയെക്കുറിച്ചുള്ള പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന സംഭവം നമുക്കൊക്കെ അറിയാം. ഓരോരുത്തരും പഴം കൊടുത്ത് കത്തിയും കൊടുത്ത് യൂസുഫ് നബി അവരുടെ മുമ്പിലൂടെ നടത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭൂമമായ സൗന്ദര്യത്തിൽ മയങ്ങി അവരുടെ കൈകൾ അവർ മുറിച്ചു കളഞ്ഞപ്പോ ഒന്നിച്ചു അവർ പറഞ്ഞു, ആശാലില്ല, അത്ഭുതമാണ്, അത്ഭുതമാണ്, മാഹാദാ ഇല്ലാ ബശറാ, ഇതൊരിക്കലും ഒരു മനുഷ്യനാണെന്ന് പറയാൻ സാധ്യമല്ല. ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് മാന്യനായ ഒരു മാലാഖ മാത്രമാണ്. പെണ്ണുങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്തപ്പോ സുലൈഖ ബീവിക്ക് ആശ്വാസമായി. സുലൈഖ പറഞ്ഞു, ഫദാലികുല്ലല്ലദീ ലുംതുന്നനി ഫീഹി, ഞാൻ തേടിപ്പോയതാണോ നിങ്ങൾ എന്നെ അധിക്ഷേപിക്കാനുള്ള കാരണം? തെറ്റ് ചെയ്തത് താനാണെന്ന് സുലൈഖക്കറിയാം, നാട്ടുകാർക്കും അത് വ്യക്തമാണ്. എന്നാലും സുലൈഖ പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുകയാണ്, യൂസുഫിനെ ഒറ്റപ്പെടുത്താൻ പരിശ്രമിക്കുകയാണ്. ഇത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉദാഹരണമായ യൂസുഫിനെ കണ്ടപ്പോ നിങ്ങളുടെ കൈകൾ മുറിച്ചു കളഞ്ഞെങ്കിൽ റാണിയായ ഞാൻ അവനെ വ്യഭിചാരത്തിന് ക്ഷണിച്ചത് എങ്ങനെയാണൊരു തെറ്റാവുക? വ്യഭിചാരത്തിന് ഞാൻ ക്ഷണിച്ചത് തെറ്റല്ല പറയുന്ന അവസ്ഥയുണ്ടായി സുലൈഖാക്ക്. പിന്നെ എന്താണ് തെറ്റ്? യജമാനത്തിയായ ഞാൻ വിളിച്ചപ്പോ, ഉടമസ്ഥയായ ഞാൻ ക്ഷണിച്ചപ്പോ അയാൾ വരാൻ കൂട്ടാക്കി അനുസരണക്കേട് കാണിച്ചു എന്നതാണ് വ്യഭിചാരത്തിൽ ല്ല. ഉടമസ്ഥയോട് അനുസരണക്കേട് കാണിച്ചതാണ് തെറ്റ്. ഞാൻ അവനോട് കൽപ്പിച്ച കാര്യം ചെയ്യാൻ അവന് സാധ്യമല്ലെങ്കിൽ അവൻ ജയിലിൽ അടക്കപ്പെടേണ്ടവനാണ്. ജനങ്ങളുടെ മുന്നിൽ മാനം കെടേണ്ടവനാണ്. ഹാനി സംഭവിക്കേണ്ടത് യൂസുഫിനാണ്. സുലൈഖ പറഞ്ഞു, ജയിലിൽ അടക്കപ്പെട്ടു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. വ്യഭിചാരം ചെയ്തിട്ടില്ല, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നു എന്നതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മേലിലുണ്ടായ കുറ്റം. തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊരാളെ ജയിലിൽ അടക്കുക. ആലോചിച്ച് നോക്ക്. വ്യഭിചാരത്തിന് ഞാൻ ശ്രമിച്ചത് തെറ്റല്ല, ഞാൻ വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടിമയായവൻ വ്യഭിചാരത്തിന് വന്നില്ല, എന്നെ അനുസരിച്ചില്ല, അതാണ് തെറ്റ് എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ കൊണ്ടുപോയി അടക്കപ്പെടുകയാണ്. നിരപരാധികൾ ജയിലിൽ അടക്കപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിരപരാധിയായതുകൊണ്ട് ജയിലിൽ അടക്കപ്പെട്ട ഒരേ ഒരാൾ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പക്ഷേ യൂസുഫ് നബി പതറിയില്ല. ജയിലിൽ വെച്ച് അള്ളാഹു തനിക്ക് നൽകിയ നിഅമത്തുകൾ സമർത്ഥമായി ഉപയോഗമാണ്. ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു. ജയിൽ പുള്ളികളായ സഹോദരങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അനേകായിരം ദൈവങ്ങളെയല്ല, ഏകനായ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന തൗഹീദിന്റെ പ്രബോധനം അത് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ വെച്ചുകൊണ്ട് മനോഹരമായി നിർവഹിക്കുകയുണ്ടായി. സ്വപ്നവ്യാഖ്യാനം അള്ളാഹു പഠിപ്പിച്ചു തന്നതാ. അത് വേണ്ടതുപോലെ വേണ്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തന്റെ ഇൽമനുസരിച്ച് ജീവിക്കുകയും പ്രബോധിക്കുകയും ചെയ്തു. ജയിലറയിലും സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു അവാർഡ് ജേതാവ് അവാർഡ് ഏറ്റുവാങ്ങിയിട്ട് മൈക്കിന് മുമ്പിൽ വന്ന് ജനങ്ങളോട് പറയുന്നത് പോലെയുള്ളൊരു വാക്ക്. ഖാല, ജയില് കിട്ടി എന്നറിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, അല്ലാഹുവേ ജയിലാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത്, മിമ്മാ ഈ ആളുകൾ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാൾ, മാരകമായ പാതകത്തിലേക്ക് വീട് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലാണ് തമ്പുരാനെ, ജയിലാണ് തമ്പുരാനെ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം സന്തോഷത്തോടുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ിലേക്ക് പോയത്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോ വ്യാഖ്യാതാവായ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് മിസ്ർ രാജാവിന് ആഗ്രഹമുണ്ടായി. ദൂതൻ വന്നു കൊണ്ടുപോകാൻ വേണ്ടി ദൂതൻ വന്ന ആ സന്ദർഭത്തെ സൂറത്ത് യൂസുഫിന്റെ 50 ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫലമ്മാ ജാഅഹുർ റസൂൽ, വിളിക്കാൻ വേണ്ടി ദൂതൻ വന്നു. രാജദൂതനാണ്. ജയിലിൽ വന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, രാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങയോട് നേരിട്ട് സംസാരിക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊട്ടാരത്തിലേക്ക് വരണേ യൂസുഫ് എന്നവരെ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടിയായിട്ട് പറഞ്ഞതെന്താ? സന്തോഷത്തോടുകൂടെ ഇറങ്ങിച്ചാടി പുറപ്പെടുകയില്ല. ഖാല ഇർജി ഇലാ റബ്ബിക, നിന്റെ രാജാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവടാ. ഇർജി ഇലാ റബ്ബിക, നിന്നെ പറഞ്ഞേച്ച ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവടാ. ഫസ്അൽഹു, ആ രാജാവിനോട് ചോദിക്കടാ, മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന, നടക്കാൻ വയ്യ, നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ വയ്യ, സമാധാനത്തോടുകൂടെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുകയാണ്, ഭാര്യമാര് പട്ടിണി കിടക്കുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവർ പോലും ശിക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ സത്യത്തിന്റെ ആളുകൾ തന്നെയല്ലയോ നബിയെ? നിരാശയോടുകൂടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ പരിശുദ്ധ നബിയോട് ചോദിച്ചു പോയ സന്ദർഭമാണ്. ആ സമയത്ത് പോലും ഇവർക്ക് ആശ്വാസം നൽകണമേ തമ്പുരാനെ, ഇവർക്ക് സമാധാനം നൽകണമേ റബ്ബേ, ഇവർക്ക് സുഖം നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയാണ് ായിരുന്നില്ല പുണ്യ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പൂർവഗാമികളുടെ ത്യാഗത്തിന്റെ കഥകൾ. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഒരു ഗ്രാമമടങ്കം വിശ്വാസികളായി, ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും മുഅ്മിനീങ്ങളായി. നാട്ടിലെ പ്രമാണിമാർക്കത് പിടിച്ചില്ല. എന്തൊരു ദൃഢനിശ്ചയം! പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അനുയായിച്ച ചില സ്വഹാബികളുണ്ട്. അവരാണ് സ്വഹാബികളിൽ ശ്രേഷ്ഠരായവർ. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ പാവങ്ങളായ സ്വഹാബികൾ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ. നമുക്കങ്ങനെ അനുഭവം ഉണ്ടോ? ഇസ്ലാമായതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവർ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഥ അങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണേ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പിന്നീട് ഉമ്മുൽ മുഅ്മിനീനായി മാറിയ വനിതയാണ്, വിശ്വാസികളുടെ മാതാവാണ്, പരിശുദ്ധ നബിയുടെ ഭാര്യ പദവി സ്വന്തമാക്കാൻ കഴിഞ്ഞ സൗഭാഗ്യവതിയാണ്. ആ ഉമ്മു സലമ അബൂ സലമയുടെ ഭാര്യയായിരിക്കുന്ന കാലം അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ് എന്ന് അബൂ സലമയുടെ ഭാര്യയായിരുന്നു ഉമ്മു സലമ. മക്കയിൽ അവർ രണ്ടുപേരും താമസിക്കുകയാണ്. പീഡനങ്ങൾ വന്നപ്പോൾ ഹിജറ പോകാൻ തീരുമാനിച്ചു. ഒരു ഒട്ടകപ്പുറത്ത് 3 പേരും കൂടി സഞ്ചരിക്കുന്നു. ഭാര്യയും ഭർത്താവും കുഞ്ഞുമോനും സലമയും, വേറെ ആരുമില്ല. 3 പേരും കൂടി പോകുന്നു. തലേ രാത്രിയിൽ ഒരേ ബെഡിൽ അതുപോലെ കിടന്നുറങ്ങിയവരാണവർ. ഭാര്യയും ഭർത്താവും ഇത്തിരിപ്പോന്ന ചെറിയ ഒരു കുഞ്ഞും ഒരേ കിടക്കയിൽ രാത്രി കിടന്നുറങ്ങിയ ആളുകളാണ്. രാവിലെ സമയത്തവർ ഒരേ ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മക്കയുടെ അതിർത്തി വിട്ടിട്ടില്ല. ആളുകൾ അങ്ങോട്ട് ഓടിയെടുക്കുകയാണ്. ഉമ്മു സലമയുടെ ഗോത്രങ്ങളാണ് വന്നത്.
ഉമ്മു സലമയുടെ കുടുംബങ്ങളാണ് ആദ്യം വന്നത്. അവര് അബൂ സലമയോട് കയർത്തു, അബൂ സലമ, നീ ഒരു പുരുഷനാണ്, പ്രായപൂർത്തിയായ മനുഷ്യനാണ്, നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് പോകാം, നിനക്ക് വേണമെങ്കിൽ പരിശുദ്ധ നബിയുടെ കൂടെ കഴിയാം, നിനക്ക് വേണമെങ്കിൽ മുസ്ലിം ആവാം. പക്ഷെ ഉമ്മു സലമ നിന്റേതല്ല, ഉമ്മു സലമ അങ്ങനെയല്ല. അവർ നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്നത് ഹിജറ പോയി. എന്തിനാ? ഹിജറന്റെ പേരിൽ അല്ല, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വരെ പെൻഷൻ വാങ്ങിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് എത്ര പതിറ്റാണ്ടായി. ആ കാലത്ത് ജനിച്ചു വീണ ആൾ വരെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പെൻഷൻ വാങ്ങിയ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ഹിജറ അവർ പോയത് എന്തിനാണെന്ന് ഖുർആൻ പറഞ്ഞു, യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹിൻ്റെ പ്രീതി തേടി പോയതാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2 ആഴ്ച മുമ്പ് ചൈന സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായപ്പോൾ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റൗളയിൽ പോവാൻ, അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശനം നടത്താൻ ഈ വിനീതിന് ഭാഗ്യമുണ്ടായി. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചൈന എന്ന് പറഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അറിയപ്പെട്ട ലോകത്തിൻ്റെ അറ്റമാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഉത്തുലുബുൽ ഇൽമ വലോ ബിസ്സീൻ, നിങ്ങൾ ഇൽമ തേടിയിട്ട് ചൈനയിൽ പോയാലും സാരില്ല. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ലോകത്തിൻ്റെ അറ്റമായിരുന്നു ചൈന. അവിടെ വരെ ചെന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ചൈനയിൽ വന്ന് അവിടുത്തെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി അവിടെ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ചൈനയിലെ ഗോങ്സോ എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരമുണ്ട്. ഇന്ത്യയിലെ കൊടുങ്ങല്ലൂരിലെ തുറമുഖത്തിനുള്ള അതേ സ്ഥാനമാണ് ചൈനയിലെ ഗോങ്സോ എന്ന് പറയുന്ന തുറമുഖത്തിനുള്ളത്. കൊടുങ്ങല്ലൂരിലൂടെയാണ് ഇസ്ലാം വന്നത്. സയ്യിദുന മാലിക് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദീപശിഖയുമായി കേരളത്തിലൂടെ ഇന്ത്യയിൽ വന്ന പോലെ ചൈനയിലെ ഗോങ്സോ തുറമുഖത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വന്നു. വഫാത്തിന്റെ സമയമായപ്പോ ആ സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു വന്ന, പൊന്നു മക്കളെ, ഞാൻ മദീനയിൽ നിന്ന് പായക്കപ്പലിൽ യാത്ര തിരിക്കുമ്പോ കൂടെ കൊണ്ടുവന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് അമൂല്യമായ ഒരു നിധിയുണ്ട്. ആ നിധിയൊന്ന് പുറത്തെടുക്കുമോ? മക്കൾ ആകാംക്ഷയോടെ പെട്ടി തുറക്കുകയാണ്. മദീനയിൽ നിന്ന് പായക്കപ്പലിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ലോകത്തിന്റെ അങ്ങേയറ്റമായ ചൈനയിലെ ഗോങ്സോ തുറമുഖത്തേക്ക് യാത്ര തിരിക്കുമ്പോ കൂടെ കൊണ്ടുവന്ന അമൂല്യമായ ആ പെട്ടിക്കകത്തുള്ള അമൂല്യമായ നിധി എന്താണെന്നറിയാൻ മജ്ലിസുന്നൂറിന്റെ വാർഷികത്തിൽ പങ്കെടുത്ത് മഹാനായ ഒരു സയ്യിദിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സായോജ്യം അണിഞ്ഞു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ അറിയേണ്ട ഒരു കഥയാണിത്. മക്കള് ആകാംക്ഷയോടുകൂടെ തുറന്നു വച്ചു. മദീനയിൽ നിന്ന് പായക്കപ്പലിൽ കൊണ്ടുവന്ന പെട്ടിക്കകത്തുള്ള നിധി എന്താ? തുറന്നു നോക്കുമ്പോ ഫൈദാ ഫീഹാ ജുബ്ബത്തുൻ ബാലിയ, നുരുമ്പിയ പിഞ്ഞാൻ അടുത്തു നിൽക്കുന്ന ഒരു ജുബ്ബയാണ് കാണുന്നത്. പഴകിയ ഒരു ജുബ്ബ. അതാണ് അമൂല്യമായ നിധി. മക്കൾ ചോദിച്ചു, ഇതാണോ അമൂല്യമായ നിധി? ഈ തുരുമ്പിപ്പോയ പിഞ്ഞിക്കീറാൻ തുടങ്ങിയ ഈ ജുബ്ബയാണോ നിങ്ങളുടെ അമൂല്യമായ നിധി? ആ സമയത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പൊന്നുമക്കളോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നിങ്ങൾ അറിയുമോ, ഫഇന്നീ ലഖീതു ബിഹാ അൽ മുശ്രികീന യൗമ ബദർ. ബദർ രണാങ്കണത്തിലേക്ക് പരിശുദ്ധ നബിയുടെ പിന്നില് മുശ്രിക്കീങ്ങളുമായി പോകുമ്പോ എന്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞിരുന്ന ജുബ്ബയാണിത്. ബദറിലേക്ക് പോകുമ്പോ ഞാൻ അണിഞ്ഞ ജുബ്ബയാണ്. ഫഉരീദു അൻ അൽഖല്ലാഹ ബിഹാ. ഇന്ന് ഞാൻ എൻ്റെ റബ്ബിന്റെ സന്നിധിയിലേക്ക് യാത്ര പോവുകയാണ്. ബർസഖിയായ ലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജുബ്ബ ഇട്ടുകൊണ്ട് കടന്നു പോകാനാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചുവെന്നുറപ്പായാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് എൻ്റെ കഫംപുടവ പൊതിയുന്ന നേരത്ത് ഈ പിഞ്ഞിക്കേറിയ നുരുമ്പിയ ജുബ്ബ എടുത്തിട്ട് നിങ്ങൾ ആദ്യം എൻ്റെ ശരീരത്തിൽ പുതപ്പിക്കണേ, അതിനുശേഷമാണ് കഫം പുതിയേണ്ടത്.
ബദർ യുദ്ധത്തിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാൻ ധരിച്ച ആ ജുബ്ബയിട്ടുകൊണ്ട് പടച്ച റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഞാൻ മോഹിക്കുന്നു എന്ന് പറഞ്ഞ് അത് ധരിച്ചുകൊണ്ട് ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഗോങ്സോയിൽ അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം റൗളത്തു അബീ വഖാസ് എന്നാണ് അറിയപ്പെടുന്നത്. അബീ വഖാസിൻ്റെ റൗള. അബീ വഖാസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ചൈനയിലൊരു സയ്യിദ് കുടുംബം തന്നെ ഉണ്ട്. നേതാക്കന്മാരുടെ കുടുംബമാണ്. ഇന്നും അവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഖാസി ഫാമിലിയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിലെ കണ്ണിയെ അവിടെ വെച്ച് കാണാനും സംസാരിക്കാനും നമ്മുടെ കേരളത്തെ പരിചയപ്പെടുത്താനും സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഈ സമയത്ത് ഞാൻ കാണുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഉദ്യാനം പോലെ വിശാലമായി കിടക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു റൗളയാണ്. അവിടെ ചെന്നപ്പോൾ ചേന, ചേമ്പ്, വാഴ, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സസ്യങ്ങൾ ഇങ്ങനെ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. വലിയ ആൾ തിരക്കില്ല, പക്ഷേ മനോഹരമായി കെട്ടി ഉയർത്തിയ അലങ്കൃതമായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോയി, അല്ലാഹുവേ, ആരാണ് ഈ കിടക്കുന്നത്? ഉഹുദിൻ്റെ രണാങ്കണത്തിൽ പരിശുദ്ധ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാതാപിതാക്കളെ അങ്ങേക്ക് ദണ്ഡമായി നൽകാം സഅദേ, നിങ്ങളൊന്ന് അമ്പയ്യോ സഅദേ എന്ന് വിളിച്ചു പറഞ്ഞ നേതാവാണ്. സാധാരണ ഏതൊരു സഹാബിയും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നാൽ അങ്ങോട്ട് പറയുന്ന വാചകമാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അവിടത്തേക്ക് ദണ്ഡമാണ് നബിയെ. പരിശുദ്ധ നബിയോട് അങ്ങോട്ട് പറയുന്ന വാചകമാണ്. അതേ വാചകം ലോക ചരിത്രത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉഹുദിന്റെ രണാങ്കണത്തിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രമാണ്. ആ മഹാൻ ഉറങ്ങുന്നത് ചൈനയിലാണ്. ആ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കിതാബുൽ മനാഖിബിൽ കാണാം. അവിടെ നിന്ന് പറയുകയാണ്, കുന്നാ നഗ്സു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂട്ടത്തിൽ പോകുമായിരുന്നു. ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, ഉഹുദിൽ പങ്കെടുത്ത സ്വഹാബിയാണ്, നബിയുടെ കൂടെ ഒരുപാട് യുദ്ധം ചെയ്ത മനുഷ്യനാണ് ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. കണ്ടിട്ടില്ല, സ്വഹാബിയാണ് റസൂൽ എന്ന് ലോകത്തിലെത്തി. ആരെങ്കിലും നബിയെ വിളിച്ചാൽ പിന്നെ ലബൈക്ക് എന്ന് ജവാബ് നൽകും പൊന്നേ. അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല, പെണ്ണെന്നോ ആണെന്നോ വ്യത്യാസമില്ല, ബാലനെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ല. ആര് വന്ന് വിളിച്ചാലും ലബൈക വസഅദൈക്, എന്താണ് മോനെ, എന്താണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആര് വിളിച്ചാലും ഉത്തരം നൽകുന്ന സൽസ്വഭാവിയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റബ്ബ് പറഞ്ഞതെന്താനൂനതിൽ സമ്പൂർണ്ണ സൽഗുണമാണു നബിയെ തങ്ങളിൽ. സൂറത്തു നൂനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. സൂറത്തു നൂനിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അങ്ങയെ ഞാൻ ഏൽപ്പിച്ച രണ്ടാമത്തെ ഉത്തരവാദിത്തം എല്ലാ ജനങ്ങളോടും സൽസ്വഭാവത്തോടുകൂടെ വർത്തിക്കുക എന്നതായിരുന്നു. ആ കാര്യത്തിലും അങ്ങേക്ക് 100ൽ 100 മാർക്കുണ്ട് നബിയെ. ഇൽമിലും ഇബാദത്തിലും മാത്രമല്ല, ഏതു പ്രതിസന്ധിയിലും അങ്ങ് ഇബാദത്തിന് മുടക്കം വരുത്തിയില്ല, അങ്ങയുടെ ദഅവത്തിനും മുടക്കം വരുത്തി. ഉന്നതമായ ത്യാഗബോധത്തോടുകൂടെ നിലകൊണ്ടു. 50 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അതോടൊപ്പം ഇന്നക ലഅലാ ഖുലുഖിൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പുഞ്ചിരിയോടെ സൽസ്വഭാവത്തോടുകൂടെ വർത്തിക്കാൻ അതിനും താങ്കൾക്ക് സാധിച്ചു. അതോടുകൂടെ അങ്ങ് സമ്പൂർണ്ണ മനുഷ്യനായി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കൊരുങ്ങാതെ എല്ലാ ജനങ്ങളോടും സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സൽസ്വഭാവത്തോടുകൂടെ വർത്തിച്ച്
നമുക്കും നമ്മുടെ സമൂഹത്തിനും ഇസ്സത്തുണ്ടാക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയൊരു ദുആ ഇവിടെ കഴിഞ്ഞു. ഇനി ചെറിയൊരു ദുആ നടത്തി നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ പ്രസംഗവും നമ്മൾ ഇതിന് സംഘടിപ്പിച്ചതും ഇതിന് സഹായ സഹകരണങ്ങൾ നൽകിയതും ഇവിടെ വെച്ച് നമ്മൾ ദുആ ചെയ്യുന്നതും ഇവിടെ ഒരുമിച്ച് കൂടിയതും പിരിയുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ.